ഹലോ എവരിവൺ. അഭിരുചി പരീക്ഷകൾ ശാസ്ത്രീയമാണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഒരു അഭിരുചി പരീക്ഷയിലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ശരിക്കും അതിന്റെ സയന്റിഫിക് വാലിഡിറ്റിനെ സ്വാധീനിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഞാൻ ഒന്നാമത്തെ പന്തെറിഞ്ഞു, അതിൽ നിങ്ങൾ 6 അടിച്ചു. അതിന്റെ അർത്ഥം നിങ്ങൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ് എന്നാണോ? അല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഞാൻ രണ്ടാമത്തെ ബോൾ എറിഞ്ഞു, അതിൽ നിങ്ങൾ ഔട്ടായി. അതിന്റെ അർത്ഥം നിങ്ങൾ ഏറ്റവും വലിയ വേഴ്സ്റ്റ് ബാറ്റ്സ്മാൻ എന്നാണോ? അതുമല്ല. ഇവിടുത്തെ പ്രശ്നം സാമ്പിൾ സൈസ്, അതായത് നിങ്ങൾക്ക് എറിഞ്ഞു തന്ന 2 ബോൾ കൊണ്ട് നിങ്ങൾ ഒരു നല്ല ബാറ്റ്സ്മാൻ ആണോ, നല്ല ബൗളർ ആണോ, അല്ലെങ്കിൽ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാണോ എന്നുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം സാമ്പിൾ സൈസ് ഭയങ്കരമായിട്ട് കുറവാണ്. ഈ കാര്യം നമ്മൾ ആപ്റ്റിറ്റ്യൂഡിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു അഭിരുചി പരീക്ഷ നിങ്ങളുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അളക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഈ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ നിങ്ങൾക്ക് ആകെ 5 ചോദ്യമാണ് ചെയ്തിരുന്നത്. അപ്പൊ 1-ാം ചോദ്യം നിങ്ങൾ കറക്റ്റ് ആക്കി, ബാക്കി എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കറക്റ്റ് ചെയ്തു എന്ന് വെച്ച് നിങ്ങളുടെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഹൈ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നിന്ന് മാത്രമാണ് വന്നിരിക്കുന്നതെങ്കിലോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലാണ് ഒരു അഭിരുചി പരീക്ഷ. നമുക്കൊരു മിനിമം നമ്പർ ഓഫ് ചോദ്യങ്ങൾ റാൻഡം ആയിട്ട് വേണം എന്നുള്ളൊരു കാര്യത്തിൽ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ തർക്കമില്ല. സയൻസ് പറയുന്നത് യൂഷ്വലി ഒരു 30 മണ്ടയിലുള്ള ചോദ്യങ്ങളാണ് ജനറലി ഉണ്ടാകാവുന്ന റാൻഡം എററിനെ ഡിക്രീസ് ചെയ്യാനും റിലയബിലിറ്റി എന്നുള്ളൊരു കാര്യം ഇൻക്രീസ് ചെയ്യാനുമുള്ള സാധ്യതകൾ എന്നൊരു കാര്യം. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ എങ്ങനെയാണ് ഈ റിലയബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിന് ഒത്തിരി ടൂളുകളുണ്ട്. അതിന് യൂഷ്വലി സൈക്കോമെട്രിക്സ്, അതായത് അഭിരുചി പരീക്ഷകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ക്രോൺബാക്ക് ആൽഫ എന്നുള്ളൊരു കാര്യം. ഒരു അഭിരുചി പരീക്ഷയിൽ നമ്പർ ഓഫ് ചോദ്യങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. താങ്ക് യു സോ മച്ച്.